കേരളത്തോട് എന്തിനീ വിരോധം? സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ചേർന്നുനിന്നും ഒരുമിച്ചു നടന്നും മലയാളികൾ പടുത്തുയർത്തിയ സാമൂഹിക നിലയെയാണ് ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു മന്ത്രി അധിക്ഷേപിക്കുന്നത്. കേരളം അഭിപ്രായഭേദങ്ങൾ മാറ്റിവെച്ച് ഒറ്റശബ്ദത്തിൽ പ്രതിഷേധിക്കേണ്ട സന്ദർഭമാണിത്. കേരളം ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാണ്. അത് മറ്റൊരു രാജ്യമോ വേറൊരു ഭൂഖണ്ഡമോ അല്ല. മലയാളികൾക്കും സംസ്ഥാന ഭരണകൂടത്തിനും അക്കാര്യം ബോധ്യമുണ്ട്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നവർക്കും ഭരണകക്ഷിയിലെ പ്രധാന പാർട്ടിക്കും ആ ചിന്തയുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ കേരളത്തോട് പെരുമാറേണ്ടത്? കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള അവഗണനയുടെ കഥകൾ ഒന്നല്ല, ഒരുപാടുണ്ട്. അതിനെല്ലാം പുറമെയാണ് കേരളത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ച നുണകൾ ഹിന്ദുത്വ പരിവാര് കെട്ടഴിച്ചുവിടുന്നത്. സമീപകാലത്ത് ഇറങ്ങിയ കേരള സ്റ്റോറി എന്ന സിനിമ നമ്മുടെ നാടിനെ താറടിക്കാനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. സുദീപ്തോ സെന്നിന്റെ ആ സിനിമയുടെ പ്രൊമോട്ടർമാര് സംഘപരിവാര് ആയിരുന്നു. കേരളത്തില് ഹിന്ദുക്കളെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രചരിപ്പിക്കുന്ന ഹിന്ദുത്വ ഗ്രൂപ്പുകൾ ഇപ്പോഴും സജീവമാണ്. കേരളത്തെ അവര് ഒരു മുസ്ലിം സ്റ്റേറ്റ് ആയാണ് കരുതുന്നത്. ജനസംഖ്യയിലെ അനുപാതമോ ശതമാനമോ പറഞ്ഞുകൊണ്ട് അവരെ തിരുത്താനാകില്ല. കേരളത്തിൽ നിന്ന് തന്നെയാണ് അവർക്ക് പ്രധാന പിന്തുണ ലഭിക്കുന്നത്. അക്കാര്യത്തില് സംഘപരിവാര് ഒറ്റക്കല്ല, കാസ പോലുള്ള വർഗീയ ഗ്രൂപ്പുകളുമുണ്ട്. മലയാളികളെ ഒന്നാകെ നാണം കെടുത്തിയിട്ടായാലും ഹിന്ദുത്വ പ്രൊപഗാണ്ട വിജയിക്കണമെന്നേയുള്ളൂ അവർക്ക്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബി.ജെ.പി. നേതാവും സംസ്ഥാന മന്ത്രിസഭാംഗവുമായ നിതേഷ് റാണയാണ് ഇത്തവണ കേരളത്തിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തുവന്നത്. കേരളം മിനി പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും അവിടെ നിന്ന് ജയിച്ചത്. അവർക്ക് വോട്ട് ചെയ്തവരെല്ലാം ഭീകരരാണ്. ഭീകരരുടെ പിന്തുണയോടെ മാത്രമാണ് ഇവരെല്ലാം എം.പിമാരാകുന്നത്. കേരളത്തിലെ ഹൈന്ദവർ 12,000 ഹിന്ദു പെൺകുട്ടികളെയാണ് രക്ഷിച്ചത്. ഒരു സഹോദരിയെ രക്ഷിക്കാൻ എത്രത്തോളം ശ്രമം വേണ്ടിവരുമെന്നറിയാം. എന്നിട്ടും അവർക്കതിന് കഴിഞ്ഞു. ഞങ്ങൾ സംസാരിക്കുന്നവരല്ല, ചെയ്യുന്നവരാണ്. ഇതായിരുന്നു ഞായറാഴ്ച പുണയില് മന്ത്രി നടത്തിയ പ്രസംഗത്തിലെ കേരളവിരുദ്ധ പരാമർശങ്ങള്. വിവാദ പ്രസംഗങ്ങൾക്ക് കുപ്രസിദ്ധിയാർജിച്ചയാളാണ് നിതേഷ് റാണെ. പക്ഷേ ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ പദവിയിലിരുന്നുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തെ ജനങ്ങളെയാകെ അപഹസിക്കുന്ന വിധത്തിൽ പ്രസ്താവന നടത്തുന്നത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനം മാത്രമല്ല, മന്ത്രി പദവി ഏറ്റെടുക്കുമ്പോൾ ചൊല്ലിയ പ്രതിജ്ഞയുടെ നിരാകരണം കൂടിയാണ്. കേരള സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കാം. ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തോട് നിശിതമായി തന്നെ വിയോജിക്കാം. അതെല്ലാം ഭരണഘടനാ ദത്തമായ അവകാശമാണ്. പക്ഷേ മഹാരാഷ്ട്ര മന്ത്രി ഇപ്പോൾ നടത്തിയ പ്രസ്താവന അങ്ങനെയുള്ളതല്ല. അദ്ദേഹം കേരളത്തെ പാകിസ്ഥാനോട് ഉപമിച്ചു. ഏത് തലത്തിലാണ് കേരളവും പാകിസ്ഥാനും സമാനമാകുന്നത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. മറ്റൊരു രാജ്യവുമായി താരതമ്യപ്പെടുത്തുന്നതിലെ രാഷ്ട്രീയ, നൈതിക പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ. കേരളം കൈവരിച്ച സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ നിലവാരത്തെ തത്തുല്യപ്പെടുത്താവുന്ന രാജ്യമാണ് പാകിസ്ഥാന് എന്ന് ബി.ജെ.പി. നേതാവിന് തോന്നുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിശേഷിക്ക് കാര്യമായ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്ന് അനുമാനിക്കേണ്ടി വരും. കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണെന്നും സംസ്ഥാനത്തെ ഹിന്ദുക്കളുടെ അവസ്ഥയെക്കുറിച്ച് പറയാനാണ് ശ്രമിച്ചതെന്നും ഇന്നലെ നിതേഷ് റാണെ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഹിന്ദുക്കൾ അപകടത്തിലാണ് എന്ന സംഘപരിവാര് പ്രചാരണത്തെ ശരിവെക്കുന്ന ന്യായീകരണമാണ് അദ്ദേഹം നടത്തിയത്. ഇവിടുത്തെ ഹിന്ദുക്കൾ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ കേരളത്തിൽ വന്ന് സ്ഥിര താമസമാക്കേണ്ടതില്ല. ഒരൊറ്റനാൾ കേരളത്തിൽ സഞ്ചരിച്ചാലും മതി. മതത്തിന്റെ പേരിൽ ഒരു ഹിന്ദുവും വിവേചനം നേരിടുന്നില്ല. സാമൂഹിക നീതിയിൽ നിന്ന് ഒരു മതവിശ്വാസി സമൂഹവും പുറന്തള്ളപ്പെട്ടിട്ടില്ല. ജാതിഭേദങ്ങളില്ലാതെ മികച്ച ജീവിത നിലവാരം സൂക്ഷിക്കുന്ന ഒരു നാടിനെ നോക്കിയാണ് ഹിന്ദുക്കളുടെ അവസ്ഥയെക്കുറിച്ച് മഹാരാഷ്ട്ര മന്ത്രി വിലപിക്കുന്നത്. ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല നിലകളിലെ മികവ് പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം. വിവിധ കാലങ്ങളിൽ കേരളം ഭരിച്ച സർക്കാരുകൾ മാത്രമല്ല, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ കൂടി ചേർന്നാണ് ആ മികവ് സാധ്യമാക്കിയത്. കനത്ത പ്രതിസന്ധിയുടെ നാളുകളിൽ പോലും കേരളം തോറ്റുപോകാതിരുന്നത് അടിത്തട്ട് മനുഷ്യർക്കിടയിൽ പോലും പ്രബലമായി നിൽക്കുന്ന സാമൂഹികത കാരണമാണ്. ചേർന്നുനിന്നും ഒരുമിച്ചു നടന്നും മലയാളികൾ പടുത്തുയർത്തിയ ആ സാമൂഹിക നിലയെയാണ് ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു മന്ത്രി അധിക്ഷേപിക്കുന്നത്. കേരളം അഭിപ്രായഭേദങ്ങൾ മാറ്റിവെച്ച് ഒറ്റശബ്ദത്തിൽ പ്രതിഷേധിക്കേണ്ട സന്ദർഭമാണിത്. കേരളത്തെ അപരവത്കരിക്കാനുള്ള സംഘപരിവാര് ഹിതം തന്നെയാണ് ആ പ്രസ്താവനയിലുള്ളത്. മലയാളികൾ അത് വകവെച്ചു നൽകരുത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഭീകരരുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത് എന്നാണ് മന്ത്രിയുടെ പ്രസ്താവനയിലെ മറ്റൊരു ഭാഗം. ഇരുവരും മത്സരിച്ചു ജയിച്ചത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ജനസംഖ്യാനുപാതികമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തുല്യമാണ്. ക്രിസ്ത്യന് വോട്ടുകളും കുറവല്ല. ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുപോകുന്നത് ഭീകരരുടെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞാല് മത്സരരംഗത്തുണ്ടായിരുന്ന ബി.ജെ.പിയുടെയും സഖ്യകക്ഷിയുടെയും സ്ഥാനാർത്ഥികൾക്ക് കൂടി ഭീകരരുടെ വോട്ട് കിട്ടിയിട്ടുണ്ടാകണം. രാഹുലിനോടും പ്രിയങ്കയോടുമുള്ള രാഷ്ട്രീയ വിരോധം തീർക്കേണ്ടത് ജനങ്ങൾക്ക് മേലുവർഗീയ ചാപ്പ അടിച്ചുകൊണ്ടാകരുത്.
ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CPM നേതാവ് എ വിജയരാഘവനും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. മതേതര നേതാക്കളുടെ വിവേകമില്ലാത്ത പ്രസ്താവനകൾ ഏറ്റുപിടിക്കുന്നത് ഹിന്ദുത്വ വർഗീയ ശക്തികളാണ്. ആ തിരിച്ചറിവ് നേതാക്കൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്.